ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നല്ല മുട്ടക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് 3-4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയോളം ചൂടാക്കാൻ വയ്ക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഒന്നിച്ചിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കടുകൊക്കെ പൊട്ടിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2-3 ഇതിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലകളുടെയൊക്കെ പച്ച ചുവ മാറുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ റോ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി പൾപ്പാക്കിയത് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി അരച്ചത് മസാലകളുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് ചെറു തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ 2 മിനിറ്റിന് ശേഷം തക്കാളി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ അരപ്പൊന്ന് നമുക്ക് ലൂസാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മളിത് ഗ്രേവി ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. കാരണം പിന്നീട് ഇത് വീണ്ടും ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടിയൊക്കെ ആവശ്യാനുസരണം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നടുവേ പിളർന്നിട്ടാണ് വെച്ചിരിക്കുന്നത്. മുഴുവൻ മുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ മുട്ടേനെ നമ്മൾ ചെറുതായിട്ട് ആ ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കണം. ആവശ്യം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കുറച്ചുകൂടി ഗ്രേവി ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് മുട്ടയിൽ ആ ഗ്രേവിയിലേക്ക് മുട്ടയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മുക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആ മുട്ടയിലേക്ക് ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കുന്ന പാകത്തിന് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം.
ചേർക്കുന്നതിന് മുമ്പ് ഗ്രേവി തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടോ, അതാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ചേർത്ത് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ അത് ഇളക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മുട്ട അടർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇപ്പം എന്തായാലും എനിക്ക് ഇതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടോ, സോറി. അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ആ ഗ്രേവിയിൽ കിടന്ന് നല്ല രീതിയിൽ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂട് കയറിയിട്ട് വരുമ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തിയുടെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.